ഇപ്പം നമ്മൾ ഈ റൈസ് കുക്കറിൽ വെച്ചിരിക്കുന്നത് ചോറാണ്. ഇതിൽ ചോറ് മാത്രമല്ല, നമുക്ക് ചായകൾ അതെല്ലാം ചൂടാക്കിയിട്ട് എല്ലാവരും ഇപ്പോൾ ഒരേ ടൈമായിരിക്കില്ല എണീക്കൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചായ ആക്കിയിട്ട് അതൊരു കപ്പിലാക്കിയിട്ട് ഇതിൽ വെക്കാം നമുക്ക്. അപ്പോൾ എണീച്ച് വരുന്നവർക്ക് അത് നല്ല ചൂടോടെ തന്നെ കുടിക്കാൻ പറ്റും. വീണ്ടും ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് രാവിലെ ഉണ്ടാക്കിയ ചായയാണ്. അപ്പോൾ എല്ലാവരും എണീച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതൊരു കപ്പിലാക്കി പൊത്തി വെച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ വീണ്ടും അത് നല്ല ചൂടോടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിതിൽ രാവിലെ കടലക്കറിയോ പയറുകറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ രാത്രി അതൊന്ന് ചെറുതായി ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം ഇതിൽ വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായി വെന്ത് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കറികളായാലും നമുക്ക് ആക്കിയിട്ട് നല്ല പാത്രത്തിൽ ഇത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കിത് നല്ല ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ചോറിന് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണോ ആക്കിയത് അത് എല്ലാം അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ചായ കുറേ സമയം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ ചായ കാണുന്നുണ്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കർ വീട്ടിലുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.